കറന്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സണിന്റെ നിലവിലെ ചിന്തകളും തോട്ട്സുകളുമാണ് ഇപ്പോൾ നമുക്ക് നോക്കാൻ പോകുന്നത്. ആ ഒരു പേഴ്സണിന്റെ കറന്റ് ഫീലിങ്സിൽ നിങ്ങളെടുത്ത് എന്തൊക്കെയോ ഭയങ്കര എന്താ പറയാ, ഒരു ദേഷ്യം, ഹേർട്ട്, ഭയങ്കര ഹേർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ കഴിഞ്ഞു പോയ കുറച്ച് നാളുകളിൽ. നിങ്ങളുമായിട്ടുള്ള ടോക്കിങ്സിലൊക്കെ നിങ്ങൾ ചിലപ്പോൾ വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക. സ്റ്റിൽ ആ ഒരു പേഴ്സൺ അതിൻ്റെ ഒരു ആംഗ്രിയിലാണ്, ആ ഒരു ദേഷ്യത്തിൽ മനസ്സിൽ കുറച്ചൊക്കെ ഒരു ഇടയ്ക്കിടയ്ക്ക് നിങ്ങളടുത്ത് ഒരു സെപ്പറേഷന്റെ ഭയങ്കര ഒരു സാഡ്നെസ്സും ഉണ്ട്. കണ്ടില്ലേ, സാഡ്നെസ്സും മിസ്സിങ്ങും, എന്താ പറയാ, നിങ്ങളെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയും ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഫ്യൂച്ചർ എന്താകും, ഇങ്ങനത്തെ ഒരു രീതിയിലൊക്കെയാണ് ചിന്തിക്കുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇപ്പൊ റിലേഷൻഷിപ്പിൽ രണ്ടുപേരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു അത്ര സ്മൂത്ത് ഗോയിങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിട്ട് എനിക്ക് കാണാൻ കഴിയുന്നില്ല. കുറെ അധികം ടോക്സിസിറ്റി ഇവിടെ ഉൾക്കൊണ്ടിട്ടായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുറ്റപ്പെടുത്തലുകൾ, എന്താ പറയുക, ഇഷ്ടക്കൂടുതൽ കൊണ്ടായിരിക്കാം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, നിങ്ങളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ആ ഒരു ടൈം കിട്ടുന്നില്ല എന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്തത് കൊണ്ടൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് എന്താ പറയുക, ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഭയങ്കര ഒരു എന്തോ നിങ്ങൾ തമ്മിലൊരു വാക്ക് തർക്കങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഏതോ ഒരു കാര്യത്തിൽ ആൾക്ക് ഭയങ്കര ഫീൽ ആയിട്ടുണ്ട്. എന്താ പറയാ, നമ്മൾ ആ ഒരു ചീത്ത പറയണ ആ ഒരു അത്രയും ദേഷ്യത്തിൽ ഭയങ്കര പെട്ടെന്ന് വായന്ന് വന്നു പോയ കാര്യങ്ങളൊക്കെ ആയിരിക്കാം അയാളും പറഞ്ഞിട്ടുണ്ടാവാം, നിങ്ങളും പറഞ്ഞിട്ടുണ്ടാവാം. അയാൾ പറഞ്ഞു പോയതിലും നിങ്ങളിൽ നിന്ന് കേട്ട വാക്കുകൾക്കൊക്കെ ആൾക്ക് ഭയങ്കര ഒരു കുറ്റബോധവും, എന്താ പറയാ, ഒരുപാട് വിഷമവും ഒക്കെ ഉണ്ട്. എന്നാൽ പോലും നിങ്ങൾ അയാൾ പറഞ്ഞതിലല്ല, നിങ്ങൾ പറഞ്ഞ ചില വാക്കുകൾ അയാൾ പറഞ്ഞതിൽ ആൾ ചിന്തിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞിട്ടുള്ള കുറേയൊക്കെ വാക്കുകൾ ആളുടെ മനസ്സിൽ കിടന്ന് റിവൈൻഡ് ചെയ്യാണ്. ആ ഒരു കാര്യത്തിൽ ഭയങ്കര കുറച്ചൊന്ന് സെപ്പറേഷനിൽ നിങ്ങളെ മിസ് ചെയ്യുകയും, അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് ചിന്തിക്കും, വീണ്ടും അങ്ങോട്ടേക്കുള്ള ഒരു വരാനുള്ള ടെൻഡൻസി ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ആ ഒരു തിരിച്ചു വരുന്ന ഒരു ടൈമിലേക്ക് വീണ്ടും നിങ്ങൾ പറഞ്ഞ ആ ഒരു കുറച്ച് വേർഡ്സുകൾ, അല്ലെങ്കിൽ മനസ്സിൽ കുത്തണ പോലത്തെ ഒരു വേർഡ്സുകൾ, കാര്യങ്ങളൊക്കെ ആ ഒരു മനുഷ്യന്റെ, ആ ഒരു പേഴ്സന്റെ മൈൻഡിൽ ഇങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് വരും. അപ്പൊ അവിടെ നിൽക്കും, ഭയങ്കര ഉള്ളിൽ ദേഷ്യമായിട്ട് കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിട്ട് ഇപ്പോൾ ഒക്കെ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷനിൽ തോന്നുന്നുണ്ടാവുക. അതായത് ഭയങ്കര കോൺഫിഡൻസ് കുറവ്, ഈ ഒരു റിലേഷൻഷിപ്പ്, എന്താ പറയുക, ഭയങ്കര ഒരു ഈഗോ, ജലസി രണ്ടുപേർക്കും ആ ഒരു പേഴ്സൺ കൂടുതലായിട്ട് കാണുന്നുണ്ട്. നിങ്ങളും ഒട്ടും മോശമല്ല, ഒരുപാട് കാര്യങ്ങളിൽ ഭയങ്കര എന്താ പറയുക, ഇപ്പോഴും ചിന്തിക്കുന്ന ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ്. ഇതിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ, ഇപ്പോഴേ ഇങ്ങനെയാണെങ്കിൽ ഇൻ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും എന്നൊക്കെ ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. പിന്നെ ഭയങ്കര ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് രണ്ടു പേർക്കും ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് കിട്ടിയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് സ്നേഹിച്ച വ്യക്തിയാണ്. കാരണം നിങ്ങളായിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിലാണ് ആ ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ നിങ്ങളും ഒരുപാട് ഹാപ്പി ആയിരുന്നത്. നിങ്ങൾക്ക് ജീവിതം എന്താ എന്നുള്ളൊരു ആസ്വാദനമൊക്കെ കിട്ടിയിട്ടുണ്ടാവുക ഈ ഒരു റിലേഷൻഷിപ്പ് വന്നിട്ടായിരിക്കും. ഭയങ്കര ഒരു ഫീലിങ്സ് ആ ഒരു പേഴ്സണോട് ഇത്രയും നാളില്ലാത്ത പോലെ നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്ത പല കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ച് തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. ഇതൊരു കാർമിക് റിലേഷൻഷിപ്പ് ആയിട്ട് കുറെ പേർക്കൊക്കെ കാണുന്നുണ്ട്. കാരണം ഭയങ്കര ഒരു ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു നമ്മളുടെ ഈ ഒരു നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരുപാട് പഠിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളായിട്ട് വരുത്തി വെച്ച ഒന്നല്ല, നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ ഉള്ള പേഴ്സൺ ആണ് ഇത്. നിങ്ങളുടെ ഈ ഒരു ജന്മത്തെ അനുഭവിക്കേണ്ട കാര്യം തന്നെ ഉള്ളതാണ്. ദിസ് ഈസ് എ കാർമിക്, എന്താ പറയുക, ഒരു സോൾമേറ്റ് കാർമിക് എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് ഈ സിറ്റുവേഷനിൽ എനിക്ക് കാണുന്നത്. ഒരുപാട് ലെസൺസ് നിങ്ങൾ ലേൺ ചെയ്യാനുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ മാത്രമേ നിങ്ങളെ കൊണ്ട് അത് സാധിക്കുകയുള്ളൂ. വേറൊരു ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കും. ഇനി ഫിനാൻഷ്യൽ ഇഷ്യൂ ആണെങ്കിലും, കരിയർ ഇഷ്യൂ ആണെങ്കിലും, എന്താ പറയുക, ഹെൽത്ത് ഇഷ്യൂസ് ആണെങ്കിലും, എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ അവിടെ സ്റ്റാൻഡ് ആയിട്ട് കോൺഫിഡൻസ് ആയിട്ട് നിൽക്കും. പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങളെ കൊണ്ട് അത് സാധിക്കുന്നുണ്ടാവില്ല. ഒരുപാട് നിങ്ങൾ ഒട്ടും പറ്റാത്തൊരു രീതിയിലേക്ക്, മാനസികമായിട്ടുള്ള ഡിപ്രഷനിലേക്കൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ കൊണ്ടുപോയിട്ടുണ്ടാവാം. ആ ഒരു വ്യക്തിക്കും അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് തോന്നുന്നുണ്ട്. കാരണം എങ്ങനെയൊക്കെ നമ്മൾ വീണ്ടും കൂടിച്ചേർന്നാലും ആ ഒരു, എന്താ പറയുക, വീണ്ടും നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് തന്നെ പോകുന്നതായിട്ടാണ് കാണുന്നത്. ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു മൂവ്മെന്റ് ഇതിലേക്ക് കാണുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സ്നേഹം, പാഷൻ, എന്താ പറയുക, അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ആ ഒരു പേഴ്സൺ നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് അൺകണ്ടീഷണലി ലവ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ കാണാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ഈ ഒരു സെപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്ന ആൾക്ക് ഭയങ്കര ഒരു ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടാവും. ആ ഒരു പേഴ്സന്റെ കാര്യങ്ങൾ ഇപ്പൊ ആരോടും ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഷെയർ ചെയ്യാൻ
നിങ്ങൾക്കായാലും ആ ഒരു പേഴ്സൺ ആയാലും ചുറ്റിലും ആൾക്കാരൊക്കെ ഉണ്ട്. ആ ഒരു പേഴ്സൻ്റെ അത് നിങ്ങൾക്കുമായി വേണ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങൾക്ക് പരസ്പരം ഷെയർ ചെയ്യുമ്പോൾ മാത്രമേ ആ ഒരു സാറ്റിസ്ഫാക്ഷനിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ടാവുള്ളൂ. ഒരുപാട് ഒട്ടും ആരോടും പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് ആ ഒരു സന്തോഷമോ ഒന്നും കിട്ടുന്നുണ്ടാവില്ല. ഈ ഒരു പേഴ്സണോട് എന്താണെങ്കിലും നിങ്ങളുടെ എ ടു സെഡ് കാര്യങ്ങളൊക്കെ എന്ത് തന്നെയായാലും ആ ഒരു നിങ്ങൾ ആ ഒരു പേഴ്സണിൻ്റെ അടുത്ത് പറയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഹാപ്പിനെസ് ഉള്ളൂ. അതേപോലെ തന്നെയാണ് ആ ഒരു പേഴ്സണും ഒരുപാട് കരിയറിൽ ഒരുപാട് ചിന്തകളും ഇങ്ങനെയൊക്കെ ആവണം എന്നൊക്കെ ഉള്ളൊരു ഇതുള്ള വ്യക്തിയായിട്ടാണ് കാണുന്നത്. കുറേ പേർക്ക് ഇവിടെ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ തന്നെയാണ്. സ്മൂത്ത് ഗോയിങ് മീൻസ് ഇപ്പോൾ ഓക്കെ കോണ്ടാക്റ്റിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും ഈ ഒരു സിറ്റുവേഷൻസ് കാർമിക് സിറ്റുവേഷൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഇതിൽ നിങ്ങൾ ചേസ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. കാരണം ഡിപ്പെൻഡൻസി ഉണ്ട് രണ്ടു പേർക്കും. ഒരു ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ എല്ലാവരിലായാലും ഒറ്റപ്പെടുന്ന ഡിപ്രഷൻ സ്റ്റേജ് ഇവിടെ കാണുന്നുണ്ട്. ഇത് ചേസർ ഉണ്ട്, ചേസർ കാർഡ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാടൊരു എന്താ പറയുക ഒറ്റപ്പെട്ടു പോകുമോ ഞാൻ അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥ, ഡിപ്രഷൻ സ്റ്റേജ്. അതേപോലെ തന്നെ ആൾക്കും മിററിങ് ഉണ്ട് ഇവിടെ, മിററിങ് സ്റ്റേജ് ഇവിടെ കാണുന്നുണ്ട്. അതേ അവസ്ഥ തന്നെ ആൾക്കും അവിടെ കാണുന്നുണ്ട്. ആൾ ഒറ്റപ്പെട്ടു പോകുന്നുള്ളൊരു പേടിയുണ്ട്. ഭയങ്കരമായിട്ട് നിങ്ങളിൽ ഡിപ്പെൻഡ് ചെയ്യുന്നു. നിങ്ങളും ആ ഒരു പേഴ്സണിൽ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡൻ്റ് ആവുന്നത് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഒരു കാർമിക് സോൾമേറ്റ്സ് റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടാവും. സൈനുകൾ, ദ ബട്ടർഫ്ലൈസ്, റിലേഷൻഷിപ്പ് ഇൻവോൾവിംഗ് ടു ദ നെക്സ്റ്റ് ഫേസ്, ഹീലിംഗ് ദ ഇന്നർ ചൈൽഡ് ഗ്രോത്ത്. നിങ്ങൾക്ക് എന്തായാലും റീയൂണിയൻ എന്തായാലും ഇതിൽ ഉണ്ടാവും. പക്ഷേ ഇപ്പല്ല, നോട്ട് ടുഡേ എന്നാണ് ഇവിടെ കാണിക്കുന്നത്. കുറച്ച് അവിടെ ഒരു ഗ്യാപ്പ് വരാനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ഇതിലും അപ്പുറത്തേക്ക് ഇനിയും പോകാനുള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റേജ് എന്നാണ് പറയുന്നത്. അത് കുറച്ചും കൂടി മാനസികമായിട്ടുള്ള പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ തന്നെയായിരിക്കും എന്നാണ് ഇതിൽ കാണിക്കുന്നത്. കാരണം ആ ഒരു കാർമിക് സിറ്റുവേഷൻ ഇവിടെ എൻഡ് ആവാനുള്ളതുണ്ട്. അപ്പോൾ അത് മാത്രമല്ല ആ ഒരു പേഴ്സൺ നിങ്ങൾ പറഞ്ഞ വാക്കുകളിലും ഒക്കെ എത്രത്തോളം ദേഷ്യപ്പെട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു പേഴ്സൺ ഇടയ്ക്ക് നിങ്ങളുടെ ഒരു ആ ഒരു മൂഡ്, നിങ്ങളുടെ എനർജി നിങ്ങൾ ഒരുപാട് തിങ്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. ആ ഒരു പേഴ്സൺ നിങ്ങളെ അറിയാണ്ട് തന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയാസ് ഒക്കെ എടുത്ത് നിങ്ങളെ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ പോലും വേറെ അക്കൗണ്ടിൽ കയറിയിട്ടൊക്കെ വേറൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളെ നോക്കുന്നുണ്ടായിരിക്കാം, ലാസ്റ്റ് സീൻ നോക്കുന്നുണ്ടായിരിക്കാം, എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടോ നോക്കി, എന്തെങ്കിലും എന്താ നിങ്ങൾ ഹാപ്പി ആണോ അല്ലെങ്കിൽ സന്തോഷമാണോ ദുഃഖമായിട്ടാണോ ഇരിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ളൊരു ചെക്കിംഗ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. ആ ഒരു പേഴ്സണും നിങ്ങളും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഒരു മിററിങ് അവസ്ഥയാണ്. പിന്നെ കിസ്സസ്, അൺകണ്ടീഷണലി ആയിട്ടുള്ള ലവിങ്, പിന്നെ ഗിവിങ് ആൻഡ് റിസീവിങ് എഫെക്ഷൻ, ഫാളിങ് ലവ്. ഇടയ്ക്കൊക്കെ എത്രയൊക്കെ ദേഷ്യം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ എന്താ പറയുക പണ്ടത്തെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വീണ്ടും ഈ ഒരു ഇതിലേക്ക് തന്നെ വലിച്ചു കിടപ്പെടത്തക്ക രീതിയിലുള്ള ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവിങ്, എന്താ പറയുക അങ്ങനത്തെ ഒരു മൂഡിലൊക്കെ നിങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ പോകുന്നുണ്ടായിരിക്കാം. ആളില്ലാതെ ഒട്ടും പറ്റാത്തൊരവസ്ഥയിലായിട്ടും നിങ്ങൾ രണ്ടുപേരും ഇരിക്കുന്നുണ്ടായിരിക്കുക. എന്താ പറയുക ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയാണ് ഇതിൽ. അപ്പോൾ ഇപ്പോൾ എന്തായാലും നോട്ട് ടുഡേ എന്ന് കാണിക്കുന്നുണ്ട്. പെട്ടെന്നൊരു റീയൂണിയൻ ഉണ്ടാവില്ല. നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുക, അഫർമേഷൻസ് എടുക്കുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് വരുള്ളൂ.